മുകളിൽ നിന്ന് മണ്ണ് വന്നതാണ്. മണ്ണ് വരുമ്പോൾ ഞങ്ങൾ നോക്കുമ്പോൾ ഞങ്ങൾ മണ്ണ് വരണോണ്ട് നോക്കിയിട്ട് ഞങ്ങൾക്ക് രസപ്പെടാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് ഓടി വരുമ്പോൾ മണ്ണെല്ലാം കുടുങ്ങിയിട്ട് വന്നിട്ട് വണ്ടിയിൽ അടിയിൽ കുടുങ്ങിയിട്ട് പിന്നെ ഇങ്ങോട്ട് വന്നിട്ട് പെണ്ണുങ്ങളും മണ്ണിലാണ് കുടുങ്ങി. അപ്പോൾ വലിച്ച് കയറ്റിയതാണ്. അതായത് നിങ്ങൾ രണ്ടുപേരുമായിരുന്നു ആ ലോറിക്കടിയിൽ നിന്ന് എഴുന്നേറ്റ് വരുന്നത്? രണ്ടാൾ ഒരേ ആളായിരുന്നു വിழுந்து. മണ്ണ് വരുന്നത് കണ്ടോ നിങ്ങൾ? மண்ணு வரணும் கண்டு தான் ஓடி வந்து அவரை இடியும் போது கண்டு இடிஞ்சு வருது. நம்ம ஓடிடுவோம்னு நினைச்சு எங்கிட்டு போனோன்னு எங்களுக்கும் தெரியல. ஓடி வந்தோடனே அந்த வண்டி தண்ணி நினைச்சுக்கிட்டு இருந்தது. அதுவும் எங்க பின்னாடியே வந்திருக்கு. அதுவும் நாங்க பார்க்கல. எப்படி விழுந்தோம் எப்படி எந்திரிச்சோம்னு எங்களுக்கு தெரியல. എന്താ നടക്കുന്നതെന്ന് മനസ്സിലായില്ല. என்ன நடக்குன்னு நமக்கு മനസ്സിൽ ആയില്ല. ആனா அந்த മണ്ണ് ഇടിഞ്ഞത് ഞങ്ങൾ ഓടി വന്നതാണ് എங்களுக்கு தெரியுது. അപ്പോ ഇപ്പൊ കയ്യില് പരിക്കേറ്റിട്ടുണ്ടല്ലേ? കയ്യിൽ ആ ലോറിയും നിങ്ങളുടെ കൂടെ ആ പ്രഷറിൽ വന്നിരുന്നു? ആ പ്രഷറിൽ വന്നതാണ്. ആ പ്രഷറിൽ വന്ന് ഞങ്ങൾ വിളുങ്ങുമ്പോൾ റോറി അങ്ങനെ വന്ന് ഇല്ലെങ്കിൽ മണ്ടയിൽ അടിച്ചിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾ ശരിക്കും കണ്ടുവരുന്നത് ഞങ്ങൾ കണ്ട്. ഇതിപ്പോ ഈ കുറെ ദിവസമായിട്ട് അവിടെ ഈ മണ്ണ് കൂട്ടിയിട്ടിരിക്കുകയാണല്ലോ. അപ്പൊ അത് പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞ് നിങ്ങളുടെ മറ്റേ മുതലാളിമാരൊക്കെ പരാതി കൊടുത്തിരുന്നു. എന്താണ് നമുക്ക് അറിയില്ല. അത് നമുക്ക് അറിയില്ല. അത് കൊടുത്തത് എന്താണ് നമുക്ക് நம்ம எஸ்டேட்ல எதுவும் பிரச்சனை தான் நம்ம சொல்லுவோம். அங்க പാടി ഇതിനടുത്താണോ? അതിന്റെ മുകളില് അതിലെ മണ്ണിട്ടിക്കണവര് മണ്ണിട്ടിട്ട് കുമിച്ച് നല്ല ഹൈറ്റിൽ വെച്ചിട്ട് പാടിന്റെ മുകളിൽ വരണ്ട്. ആ മല ഉണ്ടല്ലോ, മലന്റെ വരണ്ട്. അത് ഇടിഞ്ഞാൽ ഇനി അപകടം ഇടിഞ്ഞാല് ഇവിടെ ലൈൻസ് ഒക്കെ പോകും. വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നു അവിടെ? ലൈൻസ് വീട് തന്നെ. നിങ്ങൾ ഈ അപകടം നടക്കുമ്പോ നിങ്ങളുടെ അടുത്ത് മറ്റു ആരില്ല, പണിക്കാരൻ മാത്രമേ ഉണ്ടാവും. ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടതാണ്.